യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 7 കൗൺസിലർമാർ ഇന്ന് രാജി നൽകും. ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. ഇവർ രാജിവെച്ചാൽ പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാകും. കൗൺസിലർമാർ അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ കെ.എം. ഹരിദാസിന്റെ പ്രതികരണം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, നാടകീയമായ നീക്കങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. നഗരസഭാ ഭരണത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഈ വിമത നീക്കം ഇപ്പോൾ ഉണ്ടാവുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ അവിടെ ഈ വിമതരെ ഒപ്പം ചേർക്കാൻ സജീവമായി ചർച്ചകളും നടത്തുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ സാഹചര്യത്തെ നേതൃത്വം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് നിഖിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു പ്രതികരണം അതിലേക്ക്. അല്ല, അതൊരു ഞാൻ പറഞ്ഞല്ലോ, അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് നടക്കും. അത് അവിടെ ആ തരത്തിലുള്ള സംവിധാനത്തിൽ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല. അതിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ബി.ജെ.പിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റ് കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കാനുള്ള മെക്കാനിസം പാർട്ടിയിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഈ പ്രശാന്ത് ശിവനെ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുതിർന്ന നേതാക്കളാണ്. അവർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നേതൃത്വം ഇതിനെ എങ്ങനെയാണ് കാണുന്നത് നിഖിൽ? ശ്രീജിത്ത്, നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഈ കൗൺസിലർമാർക്ക് ഇത്തരത്തിലുള്ള ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൗൺസിലർമാർ എല്ലാവരെയും കണ്ടു. നഗരസഭയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ഈ കൗൺസിലർമാരുമായി ഒരു വട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അവർക്ക് അതൃപ്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. സന്ദീപ് വാര്യർ ആദ്യം ബന്ധപ്പെടുന്നു, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇതിനോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് നടത്തിക്കഴിഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് മെറിറ്റ് നോക്കാതെ, പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ പരിഗണിക്കാതെ പ്രശാന്ത് ശിവനെ, താരതമ്യേന വളരെ യുവാവായ 35 വയസ്സ് മാത്രം പ്രായമുള്ള പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലാണ് ഒരു വിഭാഗത്തിന് അതൃപ്തിയുള്ളത്. നമ്മൾ തുടക്കത്തിലൊക്കെ വിമതർ എന്ന വാർത്ത നൽകിയിരുന്നെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾ വിമതരല്ല, ഞങ്ങളാണ് ഔദ്യോഗിക പക്ഷം എന്നാണ് അവർ പറയുന്നത്. അതിന് ചില കാരണങ്ങളുമുണ്ട്. ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ അടക്കമുള്ള ആളുകളാണ് അവർക്കൊപ്പം ഉള്ളത്. 9ഓളം കൗൺസിലർമാർ രാജി സന്നദ്ധത നിലവിലത്തെ സാഹചര്യത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ 7 പേർ പങ്കെടുത്തു. ഇവർ യാക്കരയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ 7 കൗൺസിലർമാരാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് തന്നെ രാജിക്കത്ത് നൽകുമെന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ സംഘടനാ സംവിധാനം അനുസരിച്ച് മറ്റു നടപടികളൊന്നും തന്നെ പൂർത്തിയാകാനില്ല. നാളെ പ്രശാന്ത് ശിവന്റെ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനായുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. MT രമേശ് ജില്ലയിലെത്തി ആഘോഷപൂർവ്വം ആ പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയിക്കുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക. അതിനു തൊട്ടു പിന്നാലെ എന്താണ് ഞങ്ങളുടെ അടുത്ത നടപടി എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ ആ യോഗം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ നമ്മൾ പ്രമീള ശശിധരൻ അടക്കം പാലക്കാട് ഭരണം പോകുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. ഒരു പുനരാലോചനയ്ക്ക് നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ടോ നിഖിൽ? തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭ ബി.ജെ.പിയുടെ ഭരണത്തിലുള്ളതാണ്. അവർ വലിയ അഭിമാന നേട്ടമായി കൊണ്ടു നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന 6 കൗൺസിലർമാരുടെ പിന്തുണ UDF ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. K.M. ഹരിദാസിനോട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമോ എന്ന് നോക്കാം. അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നതാണ്. എന്നിരിക്കെ പോലും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി നമുക്ക് ആ കാര്യം ചോദിക്കാം. അങ്ങയോട് നേരത്തെ പ്രതികരണം ഞങ്ങൾ തേടിയതാണ്. എന്നിരിക്കുമ്പോൾ ചെറിയൊരു കാര്യം, ഇപ്പോൾ പാലക്കാട് നഗരസഭ നിങ്ങളുടെ ഭരണമാണ്, ഒരു അഭിമാന നേട്ടമായി നമ്മൾ കാണുന്നതാണ്. ഈ കൗൺസിലർമാർ മാറി നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ? കോൺഗ്രസ് അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. കോൺഗ്രസ് ഏത് തരത്തിലുള്ള നീക്കം നടത്തിയാലും ബി.ജെ.പിയിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. മാത്രമല്ല, ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയും പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല, ഇപ്പോൾ 4 പേരുടെ ഇതാണല്ലോ മുൻതൂക്കമാണ് നഗരസഭയിലുള്ളത്. CPM-ഉമായിട്ട് ചേർന്ന് ഭരണം പിടിക്കാൻ അവർ ഉദ്ദേശിച്ചാൽ ഈ 6 പേരുടെ അല്ലെ 7 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പാലക്കാട് നഗരസഭാ ഭരണം കിട്ടും. ഈ 7 പേര് എങ്ങനെ പിന്തുണ കിട്ടുമെന്നാണ് പറയുന്നത്? ഇപ്പൊ ബി.ജെ.പി. ആണ് ഭരിക്കുന്നത്, സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ ഭരണമാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെ പിന്തുണ കിട്ടും എന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് പറയുന്നത് ഈ ഇവരുടെ അതൃപ്തി, ഇപ്പോൾ മാറി നിൽക്കുന്ന അവരുടെ അതൃപ്തി പരിഹരിക്കുമെന്നാണ്.
അല്ല, ഏത് തരത്തിലുള്ള അതൃപ്തി ആർക്കുണ്ടെങ്കിലും പാർട്ടിയിൽ ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ മുകളിൽ ആർക്ക് അതൃപ്തി ഉണ്ടെങ്കിലും അതെല്ലാം സംസാരിച്ച് പരിഹരിക്കാനുള്ള മെക്കാനിസം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങ് പറയിച്ചു ആ അതൃപ്തി തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അല്ല, അത് അവര് പിന്നെ ഇപ്പോൾ യോഗം കൂടിയെന്ന് പറയുന്നു. എനിക്ക് അറിയില്ല, കാരണം ആ തരത്തിലുള്ള യോഗത്തെക്കുറിച്ച് എനിക്കറിയില്ല. അതൊക്കെ പാർട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീരുമാനിക്കാനുള്ള സംവിധാനം. പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനെതിരെ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്നു 9 കൗൺസിലർമാർ. BJPക്ക് അവിടെ നഗരസഭയിൽ ഭരണം നഷ്ടമാവുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യവുമാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്.